ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. മധ്യവേനൽ അവധി മാറ്റം MES സ്കൂളിൽ ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. കേരളത്തിലെ സ്കൂളുകളിൽ മധ്യവേനൽ അവധി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്നും മാറ്റുന്നത് സംബന്ധിച്ച് പൊതുസമൂഹ അഭിപ്രായം സ്വരൂപിക്കുന്നതിനായി MES സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരം ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിൽ ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. മധ്യവേനൽ അവധി മാറ്റുന്നതിന് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുമോ എന്നതായിരുന്നു ചർച്ചാ വിഷയം. സംസ്ഥാനത്തുടനീളമുള്ള MES സ്കൂളുകളിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. കുട്ടികളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള ആശയം സ്വാഗതാർഹമാണെങ്കിലും വേനലവധി മാറ്റുമ്പോൾ ശാസ്ത്രീയമായ പഠനം നടത്തേണ്ടതാണെന്നും വിഷയത്തിൽ കുട്ടികളുടെ അഭിപ്രായ സർവേ പ്രധാനമാണെന്നും സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അബ്ദുൾ റഹ്മാൻ അഭിപ്രായപ്പെട്ടു. MES HSS ചെയർമാൻ KK സുൽഫി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ നയത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഗുണകരമായി തീരും വിധം പൊതു ചർച്ചകൾ സംഘടിപ്പിക്കുകയും അവ ബന്ധപ്പെട്ടവരിലേക്ക് എത്തുകയും ചെയ്യുക എന്നതാണ് ഇത്തരം ടേബിൾ ടോക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ നിന്ന് ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമാൻ ഹംസക്കോയ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ആ ഒരു വിദ്യാഭ്യാസ മാനേജ്മെന്റ് മീറ്റിംഗിൽ അദ്ദേഹം പ്രഖ്യാപിച്ചൊരു കാര്യം നമ്മുടെ അവധിക്കാലത്തിന്റെ മാറ്റുന്നതിനെ കുറിച്ച് ചർച്ച സമൂഹത്തിൽ ഉയർന്നു വരണമെന്നുള്ളതാണ്. നാം ഈ ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പൊ ഇങ്ങനെ MESന്റെ സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഇത്തരം ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അത്തരമൊരു നിരീക്ഷണങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്കൊരു സർക്കുലർ തരികയും കേരളത്തിലുടനീളമുള്ള എല്ലാ MESന്റെ സ്ഥാപനങ്ങളിലും ഇതുപോലുള്ള ടേബിൾ ടോക്കുകൾ സംഘടിപ്പിച്ചു വരികയുമാണ്. ഈ പ്രത്യേക കാര്യത്തിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് അതൊരു വലിയൊരു ചർച്ചാ വിഷയമാക്കി മാറ്റി ഒരു സമൂഹത്തിന്റെ അഭിപ്രായം മുന്നോട്ട് കൊണ്ടുവരണം, ആ അഭിപ്രായത്തിലേക്ക് നമ്മൾ എല്ലാവരും കൂടി ഉൾപ്പെടണം എന്നുള്ള ഒരു പ്രത്യേക നിർദ്ദേശമാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനുള്ള കാരണം എന്നുള്ളത് ഞാൻ ആദ്യമേ നിങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രസിഡന്റിന്റെ സ്വാഭാവികമായും ഇത്തരം ഒരു ചർച്ചയിലൂടെ അഭിപ്രായം കിട്ടിയതിന് ശേഷമൊന്നും വേണ്ട ഒരു സമൂഹത്തിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയ രൂപീകരണത്തിലോ ഒക്കെ അഭിപ്രായം പറയണമെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ ശരിയായ കാരണം. ഇത്തരം വിഷയങ്ങൾ നാം എല്ലാവരും ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന്റെ കാരണം എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിൻസിപ്പൽ VK റഫീഖ് മോഡറേറ്ററായി. സ്കൂൾ ട്രഷറർ PK റഫീദ്, PTA പ്രസിഡന്റ് മുഹമ്മദ് റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് AA അനീസ നന്ദി പറഞ്ഞു. അധ്യാപകരായ നാഷാദ്, സിയാദ്, ലിൻസി, റഷീദ്, സക്കീന, ഡിറ്റോ, ബിന്ദു, ലബിത, ഗിരീഷ് കുമാർ, സ്മിത, ലൈല, ബിജി, ലിഷ ഹാരിസ്, സ്മിത മോഹൻകുമാർ, ശ്രീവിദ്യ, സിംന, ഭിജേന്ദ്ര എന്നിവരും PTA പ്രതിനിധികളായ നാസർ, സുനിൽ മേനൻ, പ്രസന്ന, സനൽ, സുജിത, ബുഷ്ര എന്നിവരും വിദ്യാർത്ഥി പ്രതിനിധികളും ചർച്ചയിൽ പങ്കാളികളായി.